ചന്ദ്രയോ? നിന്നേരാ തട്ടിക്കൊണ്ടുപോയത്? എന്നെ ആരും തട്ടിക്കൊണ്ട് പോയില്ലല്ലോ. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് പോയതാ. എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. കുറെ നാളായിട്ട് ആ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നല്ലോ സർ. ഒന്ന് തൂത്ത് തുടച്ചിടാന്ന് വിചാരിച്ചു. അപ്പോ ഇവിടെ നടന്ന കോലാഹലങ്ങളൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? ഇല്ല, ഇപ്പോഴറിഞ്ഞത്. നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ, അതും മനഃപൂർവ്വമാണോ? അല്ല സർ, താനേ സംഭവിച്ചതാ. ചാർജർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ദേ ആ പ്രേമയെ കൊണ്ടുവാ. പ്രേമിച്ച് ഇവിടെ ഉണ്ടോ? ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിൽ എടുത്തതാ. ഇവിടെ ആരും തട്ടിക്കൊണ്ടു പോയിട്ടില്ലെന്നാ പറയുന്നത്. ഇത് തന്നെയല്ലേ സാറേ ഞാൻ ആദ്യം മുതലേ പറയുന്നത്. മനഃപൂർവ്വം ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടി ഇവളുണ്ടാക്കിയ കേസാണെന്ന് ഞാൻ പറഞ്ഞപ്പോ വിശ്വസിക്കാതിരുന്നത് സാറ് തന്നെയല്ലേ? നിന്റെ കൈ എങ്ങനെയാടി മുറിഞ്ഞത്? അതെന്തിനാ നിങ്ങളോട് പറയുന്നേ? സാർ ചോദിക്കട്ടെ, ഞാൻ സാറിനോട് പറഞ്ഞോളാം. വീടിനുള്ളിൽ രക്തത്തുള്ളികൾ കണ്ടല്ലോ, അതെങ്ങനെ ഉണ്ടായതാ? സിദ്ധുവായിട്ട് തലേന്ന് രാത്രി വഴക്ക് നടന്നിരുന്നു. ഒരു കുപ്പി പൊട്ടിച്ച് സിദ്ധു എന്നെ കുത്താൻ വന്നു. നുണയാ സാറേ, പേര് കള്ളി. എപ്പോഴാണ് സിദ്ധു നിന്നെ ഉപദ്രവിച്ചത്? ഇവള് പറയുന്നൊന്നും വിശ്വസിക്കല്ലേ സാറേ? നടന്നതാ ഞാൻ പറയുന്നത്. നിങ്ങൾ നുണയല്ലേ പറയൂ? നിങ്ങളുടെ പുന്നാര ആങ്ങളെയാണല്ലോ എന്നെ കുത്താൻ വന്ന ആ മഹാൻ. ചന്ദ്രലേഖ പറയൂ, ആ രക്തത്തുള്ളികൾ എങ്ങനെ ഉണ്ടായി? സർ, പൊട്ടിയ കുപ്പി മേശപ്പുറത്ത് തന്നെ കിടപ്പുണ്ടായിരുന്നു. രാവിലെ എണീറ്റപ്പോ എന്റെ കൈ അറിയാതെ അതിലൊന്നും തട്ടി. അങ്ങനെ പറ്റിയതാ ഈ മുറിവ്. ഓ എടീ, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ നുണ പറയുന്നത്? ഞങ്ങളെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം കൈ മുറിച്ചല്ലേടി നീ? അതെ, മനഃപൂർവ്വം തന്നെ ചെയ്തതാ. നിങ്ങൾക്ക് എന്ത് വേണം? ഇവർക്ക് വട്ടാ സാറേ. ഇവരൊറ്റ ഒരുത്തിയാ എന്റെ ജീവിതം നശിപ്പിക്കുന്നത്. ഞാൻ എന്താണ് നിന്നോട് തെറ്റ് ചെയ്തത്? സാറേ, എന്റെ ആങ്ങള് 100 വട്ടം ഇവളെ വേണ്ട വേണ്ടെന്ന് പറഞ്ഞതാ. ഞാൻ ഒറ്റ ഒരുത്തി നിർബന്ധിച്ചിട്ടാ സിദ്ധുവിനെ കൊണ്ട് ഇവളെ കല്യാണം കഴിപ്പിച്ചത്. എന്നിട്ട് ഞാനിപ്പോ കുറ്റക്കാരിയല്ലേ? മതി, ഇത് സ്റ്റേഷനാ. ഇവിടെ വെച്ച് വഴക്കൊന്നും വേണ്ട. അപ്പൊ ഇവള് പറയുന്നതോ? ഇനി ഇവള് മിണ്ടില്ല. നോക്കിക്കോണം രണ്ടിനെ.